നമസ്കാരം. ജി ലൈവ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉള്ളത് വളരെ വിശിഷ്ടനായ ഒരു വ്യക്തിയുടെ അരികിലാണ്. അതായത് നാടകം അഥവാ നാട്ടകം. നാടകത്തെ ഇത്രയധികം സ്നേഹിക്കുകയും നാടകത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു നാടക പ്രവർത്തകൻ. ഒരുപക്ഷെ ഇന്ത്യ മൊത്തം അല്ലെങ്കിൽ ലോകം മൊത്തം അറിയപ്പെടുന്ന മലയാള നാടക പ്രവർത്തകരിൽ ഏറ്റവും പ്രശസ്തനായ ഒരു വ്യക്തിയുടെ കൂടെയാണ് നമ്മളെന്നുള്ളത്. JNU പഠിക്കുന്ന കാലം തൊട്ടേ നാടകത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തി നാടകത്തെക്കുറിച്ച് ഒരു പ്രശസ്തമായ 2 കൃതികൾ രചിച്ച, നാടകത്തിൽ ഡോക്ടറേറ്റ് എടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ സാംകുട്ടി പട്ടങ്കരിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. പ്രത്യേകിച്ച് അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ വിശേഷങ്ങളൊന്നും ആവശ്യമില്ല. കാരണം ഡോക്ടർ സാംകുട്ടി പട്ടങ്കരി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ ആളുകൾക്കിടയിലും വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ജി ലൈവ് മീഡിയയിലേക്ക് പ്രിയപ്പെട്ട സാമേട്ട സ്വാഗതം. സന്തോഷം. നാടകം എന്ന് പറയുന്ന ഒരു സാധനത്തെ ഇത്രയധികം ചേർത്ത് നിർത്തുന്ന ഒരു വ്യക്തിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരുപക്ഷെ നാടകം വെറുതെ ഒരു നാടകം രചിച്ച് സംവിധാനം ചെയ്യുക എന്നതിലുപരി നാടകത്തിന്റെ ആർട്ട്, സംവിധാനം, അങ്ങനെ കലാസംവിധാനം, ഗാനരചന, അങ്ങനെ എല്ലാ മേഖലകളിലും കൈവയ്ക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ അതിലൊക്കെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. നാടകത്തെക്കുറിച്ച് 2 പ്രശസ്തമായ പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ആളാണ്. എന്താണ് ഈ നാടകത്തെ ഇത്രയധികം ചേർത്ത് നിർത്താനുള്ള ഒരു കാരണം? ഞാൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറേ കലാമേഖലയിൽ ആയിട്ട് ബന്ധപ്പെടുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷേ നാടകം എന്ന കലാരൂപത്തോട് ഇത്രയും വലിയ ഒരു ആകർഷണം ശരിക്കും എന്നെ തന്നെ മാറ്റി തീർക്കാം. ലോകത്തെ മനുഷ്യനെ മാറ്റി തീർക്കുന്ന കലാരൂപം എന്ന നിലയിലാണ് പലപ്പോഴും നാടകത്തെ ഏറ്റവും വലിയ ഒരു മീഡിയം എന്നുള്ള നിലയിൽ കാണുന്നത്. അതിൽ എന്നെ തന്നെ ഏറ്റവും കൂടുതൽ മാറ്റിമറിച്ചിട്ടുള്ള, പുനർനിർമ്മിച്ചിട്ടുള്ള ഒരു കലാ മേഖലയാണ് നാടകം. ആ അർത്ഥത്തിലാണ് ഞാൻ നാടകത്തെ ഏറ്റവും കൂടുതൽ അടുത്ത് കൊണ്ടു നടക്കുന്നത്. പല കാരണത്താൽ. കാരണം സമൂഹത്തിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലാനും സാമൂഹ്യമായ വിഷയങ്ങളോട് ഏറ്റവും സജീവമായി ഒരു കലാപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പ്രതികരിക്കാനും കിട്ടുന്ന അവസരം നാടകത്തിലേതുപോലെ മറ്റൊരു കലാരൂപത്തിലില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ പല കാരണങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ അടിസ്ഥാനപരമായി അത് മനുഷ്യനെ കൂടി നിർമ്മിക്കാനുള്ള അവസരമാണ്. മറ്റൊരു കലാരൂപത്തിനും അങ്ങനെ ഒരു അവസരമില്ല. മറ്റ് ചിത്രകലയാണെങ്കിൽ എനിക്കിഷ്ടമുള്ള സമയങ്ങളിൽ ഇരുന്ന് വരയ്ക്കാനും ഇഷ്ടമുള്ളവർക്ക് കാണാൻ കൊടുക്കാനും കഴിയും. നമ്മളൊരു എക്സിബിഷൻ വെച്ച് കഴിഞ്ഞാൽ അത് എത്തുന്നു, അല്ലെങ്കിൽ ഒരു കാഴ്ചക്കാരുടെ മുമ്പിലേക്ക് ഒരു ഫ്രെയിം എത്തുന്നു. അതിനപ്പുറം നമുക്ക് കാഴ്ചക്കാരനെ അഭിസംബോധന ചെയ്യേണ്ട ആവശ്യമില്ല. അഥവാ അതുപോലെ എഴുത്തുകാരൻ ആകുന്നു. എഴുത്തുകാരൻ എന്ന് പറയുന്നതും നമ്മൾ എഴുതുന്ന കൃതി, ആ എഴുതുന്ന സന്ദർഭം എന്ന് പറയുന്നത് തികച്ചും സ്വകാര്യമാണ്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലിരുന്ന് ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള ജീവിതം ജീവിച്ചുകൊണ്ട് കടന്നു പോകാൻ കഴിയും. മറിച്ച് നാടകത്തിൽ ഇത് സാധ്യമല്ല. സിനിമയിൽ പോലും ആൾക്കൂട്ടം രംഗത്തുണ്ടെങ്കിലും അതിലും നമുക്ക് കുറച്ച് സ്വകാര്യതയുണ്ട്. മറിച്ച് നാടകത്തിൽ ഇതൊന്നും തന്നെ ഇല്ല. കാരണം നാം നിരന്തരം ഇടപെട്ടുകൊണ്ട് ഒരു വലിയ ഗ്രൂപ്പിനെ, ഒരു മനുഷ്യ സമൂഹത്തെ, കാരണം കലയുടെ മറ്റിതര ഘടകങ്ങൾ പോലെയല്ല, ടെക്നിക്കൽ കാര്യങ്ങളോടൊപ്പം തന്നെ നടനെ കൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതായത് ജീവിക്കുന്ന ഒരു ജീവി സമൂഹത്തെ കൂടി നാം പരിഷ്കരിച്ചുകൊണ്ട് മാത്രമേ, അവരെ നിർമ്മിച്ചുകൊണ്ട് മാത്രം, ഒരു ആക്ടറെ നിർമ്മിക്കുക എന്ന് പറയുന്ന ഒരു ധർമ്മം കൂടിയുണ്ട്. നമ്മൾ പറയുന്ന കഥാപാത്രത്തിലേക്ക് എത്തിക്കുക, അവർക്ക് ജീവിതത്തെക്കുറിച്ച് വ്യത്യസ്തമായ ഒരു അവബോധം കൊടുക്കുക. അവബോധത്തിലൂടെ അവരെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി നാമും സ്വയം തീരേണ്ടി വരിക. ഇത്തരത്തിൽ വലിയൊരു പ്രോസസ്സ് അടങ്ങിയിരിക്കുന്ന ഏക കലാരൂപം നാടകമാണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് ഞാൻ നാടകത്തെ ഇത്രയേറെ ഇഷ്ടപ്പെടുന്നത്. ആ അർത്ഥത്തിൽ നമുക്ക് പ്രവർത്തിക്കാനും നമുക്ക് മുന്നോട്ട് പോകാനും നമുക്ക് തന്നെ വളരാനും കഴിയുന്ന, നമ്മെ തന്നെ വീണ്ടും വീണ്ടും പുനർനിർമ്മിക്കുന്ന ഒരു കലാരൂപം എന്നുള്ള നിലയിലാണ്. ഈ ആളുകൾ ഇപ്പോൾ JNU പഠിക്കുക എന്നുള്ളത് ഒരു വലിയ, എല്ലാ ആളുകളുടെയും വലിയൊരു ആംബിഷനാണ്, അല്ലെങ്കിൽ ഒരു വലിയ സ്വപ്നമാണത്, ഒരു ഡ്രീമാണ്. അതും വ്യത്യസ്തമായ വിഷയങ്ങളിൽ പഠിച്ച് അവിടെ നിന്ന് ഡോക്ടറേറ്റ് എടുക്കുന്ന ആളുകളെയാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. നാടകത്തെ ബേസ് ചെയ്തുകൊണ്ട് JNU പ്രവർത്തിക്കുകയും പഠിക്കുകയും നാടകത്തെക്കുറിച്ച് തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിശിഷ്ടമായ 2 ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് സാമേട്ടൻ. ആ ഗ്രന്ഥങ്ങളെക്കുറിച്ച്, JNU പഠനകാലത്തെക്കുറിച്ച്
ഡൽഹിയിലെ ജീവിതത്തെക്കുറിച്ച് ഒക്കെ ഒന്ന് പറയാമോ? തികച്ചും അപ്രതീക്ഷിതമാണ് എൻ്റെ ഓരോ യാത്രയിലും എത്തപ്പെടുന്നത്. ജെ അതുപോലെ തന്നെ എത്തപ്പെട്ട ഒരു സ്ഥലമാണ് ശരിക്കും. കാരണം ജെ തന്നെ പഠിക്കുക എന്ന് പറയുന്ന ഒരു വലിയ സങ്കല്പമൊന്നും എനിക്കുണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ. പഠനം എന്ന് പറയുന്നത് എൻ്റെ ഒരു തുടർച്ചയാണ്. പഠനം വേറെ ഒന്നിനും വേണ്ടിയായിരുന്നില്ല. കാരണം ചിത്രകലയിലെ പഠനം ഒരു 5 വർഷത്തെ ചിത്രകലയുടെ ഡിഗ്രി എടുത്തതിന് ശേഷം ആണ് ഞാൻ തിയേറ്ററിലേക്ക് വരുന്നത്. അതും തുടർച്ചയില്ല. ഓരോ പഠനം കഴിഞ്ഞ് പിന്നെ വലിയൊരു അലച്ചിലുമായിട്ട് ഇങ്ങനെ ഒരു വലിയൊരു സമയം കേരളത്തിൽ ഉടനീളം, കേരളത്തിൽ മാത്രമല്ല അങ്ങനെ അലഞ്ഞ് നടന്നതിന് ശേഷം ഏതോ ഒരു സന്ദർഭത്തിൽ വീണ്ടും വന്ന് അടുത്ത കോഴ്സിലേക്ക് ചേരുന്നു. കാരണം ഇപ്പോൾ നാടകത്തിൽ ചെയ്യുന്നതിന് മുമ്പ്, നാടകത്തിലേക്ക് എത്തുന്നതിന് മുൻപ്, നാടകത്തിൽ വിദ്യാർത്ഥിയായി എത്തുന്നതിന് മുമ്പ് ഞാനൊരു 60ഓളം നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ശേഷം അത് ഏകദേശം നാടകത്തിനകത്തൊരു വലിയ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഒത്തിരിയേറെ നാടകങ്ങൾക്ക് സെറ്റുണ്ടാക്കി കഴിഞ്ഞതിനൊക്കെ ശേഷമാണ് ഞാൻ അങ്ങനെ നാടകക്കാരനായി അറിയപ്പെടുന്ന കാലത്താണ് അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് സ്കൂൾ ഓഫ് ഡ്രാമ ചേരുന്നത്. ചിത്രകലയിലും അങ്ങനെ തന്നെയായിരുന്നു. കാരണം ചിത്രകലയിൽ ഇപ്പോൾ നാട്ടിലെ നമുക്കൊരു എന്താണ് വലിയൊരു ചിത്രം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ചിത്രകാരൻ നാട്ടിൽ വലിയ ആളായിരിക്കുമല്ലോ. ആ അർത്ഥത്തിൽ വലിയ 10ഉം 16ഉം 20ഉം അടി പൊക്കമുള്ള കട്ടൗട്ടുകൾ വരയ്ക്കുന്ന ഒരു കാലത്താണ് ചിത്രകാരൻ എന്നെല്ലാവരും വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചിത്രകല പഠിക്കാം, എന്താണ് ഈ ചിത്രം വരയ്ക്കുന്നതെന്ന് അറിയണം. അങ്ങനെ ചിത്രകല പഠിക്കാൻ ഇറങ്ങിയതാണ് അക്കാഡമിക് ഒരു മേഖല എന്നുള്ളതിൻ്റെ. 5 വർഷം കോഴ്സ് കഴിഞ്ഞിറങ്ങിയതിന് ശേഷം പിന്നെ ചിത്രകലയിൽ നിന്നും അത് എൻ്റെ ദൃശ്യബോധത്തിനകത്ത് കുറച്ചുകൂടി ചലനാത്മകമായി എന്ന് കരുതുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. കാരണം ചിത്രകലയിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ നാടകം ചെയ്യുന്നുണ്ട്. പക്ഷേ ചിത്രകലയുടെ സമയത്ത് നമ്മളൊരു ഫ്രെയിമിൽ ചെയ്യുന്നതിൽ നിന്നും ദൃശ്യങ്ങൾ ചലനാത്മകമാകുക എന്ന് പറയുന്നൊരു പ്രക്രിയ എൻ്റെ ഉള്ളിൽ എവിടെയോ വലിയ രീതിയിൽ ബാധിക്കുകയുണ്ടായിട്ടുണ്ട്. അതൊരു ഫ്രെയിമിനപ്പുറത്തേക്ക് അത് സഞ്ചരിച്ചു തുടങ്ങുന്നൊരു കാലത്താണ് ഞാൻ നാടകത്തിലേക്ക് അത്രയും സജീവമായി ഇടപെടാൻ തോന്നുന്നത്. അങ്ങനെ നാടകത്തിൽ ഇടപഴകി അതിലൂടെ വരുന്നൊരു ഘട്ടത്തിലാണ്. കാരണം ഇതിൻ്റെ മറ്റു ഒത്തിരി മേഖലകൾ, വളരെ സാങ്കേതികമായ വലിയ മേഖലകളുണ്ട്. അലഞ്ഞലഞ്ഞ് നടന്ന് ഈ സാങ്കേതിക മേഖലകൾ അന്വേഷിച്ച് നമ്മൾ എത്തുന്ന ഒരു സന്ദർഭത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് എത്തപ്പെട്ടു പോകുന്നത്. നാടകത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഒരു തുടർച്ചയിലാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ തന്നെ എത്തുന്നത്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും പഠനത്തിൻ്റെ ഒരു ബാക്കി പത്രം എന്ന നിലയിലാണ് ഞാൻ ഡൽഹിയിലേക്ക് നാടകമായിട്ട് എത്തുന്നത്. ഡൽഹിയിലെ നാടകത്തിൽ എത്തപ്പെടുന്നത് വയലാ വാസുദേവൻപിള്ള സാറിൻ്റെ അഗ്നി ഞാനിവിടെ രംഗചേതനയ്ക്ക് വേണ്ടി ചെയ്യുന്നു. അത് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ പെർഫോം ചെയ്യുന്നു. ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞാൻ എത്തുന്നത്. ആ നാടകം ആ കാലഘട്ടത്ത് വലിയ രീതിയിൽ ആൾക്കാരുടെ പ്രശംസ പിടിച്ചു പറ്റുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയിലാണ് പ്രളയം ചെയ്യാൻ വേണ്ടിയിട്ട് 25ാം വർഷം ജനസംസ്കൃതിയുടെ 25ാം വർഷത്തിൻ്റെ ഭാഗമായി അത് ചെയ്യാൻ വേണ്ടി എന്നെ ക്ഷണിക്കുന്നത്. ഓംജേരി സാർ തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെ ആ നാടകത്തിൻ്റെ പ്രവർത്തനം നടക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. കാരണം എൻ്റെ റിസർച്ച് ഒരു സൈഡിൽ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എൻ്റെ വിഷയം തന്നെ കുറച്ച് വ്യത്യസ്തമായൊരു വിഷയമായിരുന്നു ഞാൻ എടുക്കാനായിട്ട് ആഗ്രഹിച്ചതും. അതിൻ്റെ സിനോപ്സിസിൻ്റെ വർക്കുകളൊക്കെ നിൽക്കുന്ന ഒരു സന്ദർഭമാണത്. അപ്പോൾ ആ സമയത്താണ് ജെ ഞാൻ പരിചയപ്പെടുന്നത്. ജെ അന്തരീക്ഷം എന്നെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയുണ്ടായി. കാരണം അവിടെ ഏറ്റവും പുതിയ രീതിയിൽ നമുക്ക് അന്വേഷിച്ച് പോകാനുള്ളൊരു ഇടമായിട്ട് എനിക്ക് തോന്നി ആ ക്യാമ്പസ്. അങ്ങനെയാണ് ജെ അപ്ലൈ ചെയ്യാൻ തീരുമാനിക്കുന്നത്. തികച്ചും അപ്രതീക്ഷിതമാണ്. പക്ഷേ എൻ്റെ ആ വിഷയത്തോടുള്ള ഒരു സമീപനം എൻ്റെ ഗൈഡ് എച്ച് ശിവപ്രകാശായിരുന്നു. അദ്ദേഹം ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ എഡിറ്ററും ഒക്കെ ആയിരുന്ന കവിയായ നാടകകൃത്തായ കർണാടകക്കാരനായിട്ടുള്ള ശിവ ആണ് എൻ്റെ ഗൈഡായിട്ട് വരുന്നത്. അദ്ദേഹത്തിന് എൻ്റെ സബ്ജക്റ്റിനോടുള്ള